ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാത്രി 9 മണി വരെയുള്ള കണക്ക് പ്രകാരം 62.37% പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. പോളിംഗ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ബീഹാർ, അസം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിലാണ് ഏറ്റവും കൂടിയ പോളിംഗ്. 3 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ 77.57% പോളിംഗ് രേഖപ്പെടുത്തി. ത്രിപുരയിൽ 76.1%, അസമിൽ 70.77%, മണിപ്പൂരിൽ 68.62% പോളിംഗ് രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിൽ 57.61%, ബീഹാറിലെ 4 സീറ്റുകളിൽ 47.49%, രാജസ്ഥാനിൽ 50.95% പോളിംഗ് രേഖപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ 5 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 55.29% രേഖപ്പെടുത്തി. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിൽ 69.46% പോളിംഗ് രേഖപ്പെടുത്തി. 1625 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ മത്സരിച്ചത്. വോട്ടെടുപ്പിനിടെ മണിപ്പൂരിലും പശ്ചിമബംഗാളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് നടന്നു. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശിലെ 8, മധ്യപ്രദേശിലെ 6, അസം, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 5 വീതം സീറ്റുകളിലും വോട്ടെടുപ്പ് പൂർത്തിയായി. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും പൂർത്തിയായി. ഛത്തീസ്ഗഡ് ബസ്തറിലെ 56 ഗ്രാമങ്ങളും ഗ്രേറ്റ് നിക്കോബാറിലെ ഷോംബെൻ ഗോത്രവും ആദ്യമായി വോട്ടെടുപ്പിൽ പങ്കാളികളായി.